ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു പോലീസുകാരൻ പോലും വന്നില്ല. പറഞ്ഞതാ, പിന്നെ എന്തുകൊണ്ട് വന്നില്ല? അവിടെ എന്താ പ്രശ്നം? ചേട്ടാ, ആരൊക്കെയാണോ മഹാരാഷ്ട്രക്കാരല്ലാത്തവര് അവരെല്ലാം പുറത്തേക്ക് വരാൻ പറയുന്നു. വന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കത്തിച്ചു കളയെന്ന് പറയുന്നു. ശബ്ദം ഉണ്ടാക്കില്ലേ, നിശബ്ദത പാലിക്കുക. रहने दीजिए, आप छोड़िए, टांग मत अड़ाइए आप. नहीं, हट जाइए. വിശ്വഭായ്, ഇതിൽ ഇടപെടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഞാൻ രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇതിലാരാണ് മലയാളി, മഹാരാഷ്ട്രക്കാരൻ, ബീഹാറി, UP ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ കണ്ടുപിടിച്ച് നീ തന്നെ കൊല്ല്. വാ, നോക്ക്, ഈ രക്തം കണ്ടിട്ട് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ മഹാരാഷ്ട്രക്കാരനാണോ അതോ മറ്റു രാജ്യമാണോന്ന്? അടിച്ചു കൊല്ല്. ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞിനെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നേ? അതിനെ നീ കൊല്ല്. ഇവിടെയുള്ള ആരെങ്കിലും നിനക്കറിയാമോ? ആരെങ്കിലും നിന്റെ ശത്രുവാണോ? ശത്രു അല്ലല്ലേ? പിന്നെ എന്തിനാണ് ഒരു തെറ്റും ചെയ്യാത്ത ഇവര് ചാകുന്നത്? ആരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി? ജീവിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ ഉണ്ടാക്കിയെടുത്തത്, ഭാഷയും മതവും ജാതിയും ഒക്കെ. ചത്തതിന് ശേഷം എല്ലാം എല്ലാവരും പുറത്തു പോകണം, ബീഹാറി, മലയാളി എന്നും പറഞ്ഞ് അവരെ അടിക്കുന്നില്ലേ? നാളെ അവന്റെ നാട്ടിലുണ്ടല്ലോ നിന്റെ ചേട്ടനെ അനിയനെ ഇങ്ങനെയായിരിക്കും അടിച്ചോടിക്കുന്നത്. ഇത് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. നീ വേറെ നാട്ടിലും ഇവര് വേറെ നാട്ടിലും അല്ലടാ ഉള്ളത്. ഒരേ നാട്, ഇന്ത്യ. ആർക്ക് എവിടെ വേണമെങ്കിലും ജീവിക്കാനുള്ള അർഹതയുണ്ട്. ഇനിയും നിനക്ക് ഇവരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ പോ, ചെന്ന് കൊല്ല. ആ ബ്രെഡെല്ലാം എടുത്തേ. तुम्हारी शादी नहीं हुई, मुझे इसकी कोई चिंता नहीं है. भगवान ने तुझे बचा लिया. मेरे लिए ये बड़ी बात है. സമ്പത്തിയും കൊടുത്താ എനിക്ക് വേണ്ട. വിഷമിക്കണ്ട, എല്ലാം ശരിയാണ്. അല്പം വിഷമുണ്ട് എനിക്കിതാ. അത് കഴിച്ച് ഞങ്ങളൊക്കെ ചാകാൻ പോവാ. നാളെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ എല്ലാവരും പുറത്താക്കും സാറേ. പോക്കണമില്ലാതെ റോഡിൽ നിന്ന് തെണ്ടുന്നതിനേക്കാട്ടിലും വിഷം കുടിക്കുന്നതല്ലേ സാറേ നല്ലത്? രമേശ്, ഈ ലോകത്തെല്ലാം സ്വന്തമായിട്ടൊന്നും ആർക്കും ലഭിക്കില്ല. എന്നെപ്പോലെ ചിലർക്ക് അച്ഛനും അമ്മയുമില്ല. ചില ആൾക്കാർക്ക് ചേട്ടനില്ല, ചേച്ചിയില്ല. അതുകൊണ്ടാണ് ഈശ്വരൻ നമ്മളെ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കിവർക്ക് എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് അറിയില്ല. എന്നാൽ ഉള്ളത് കൊടുക്കണം. അങ്കിൾ, ഇവളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോട്ടെ? ഞങ്ങളുടെ വീട്ടിൽ വന്നോളൂ. നിങ്ങളും വരും. സൂക്ഷിച്ചു വരണേ. അയ്യേ. നീ രാമുവേട്ടനേക്കാൾ വലിയവനായി. മറാഠികളും അന്യദേശക്കാരും തമ്മിൽ നടത്തിയ പോരാട്ടത്തിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. അവിടെ ആക്രമണം നടക്കുന്ന സമയത്ത് അക്രമികളുടെ ഫോട്ടോ എടുക്കാൻ ചെന്ന മുംബൈ പത്രപ്രവർത്തകനായ ഒരാൾ ഈ സംഘർഷത്തിന് കാരണമായ അക്രമികളുടെ വീഡിയോ എടുത്തിരിക്കുന്നു. ഇവരാരാണ്, ഇവരുടെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നറിയാൻ മുംബൈ പോലീസുകാർ തീവ്ര അന്വേഷണത്തിലാണ്. ഓസ്ട്രേലിയയിലെ വാട്ടർ ബിസിനസ് എങ്ങനെ നടക്കും? എന്താടാ വലിയ ബിസിനസ്? എന്റെ കുടുംബചരിത്രം അറിയാതെയാണ് ഞാൻ ജീവിച്ചത്. എന്റെ അച്ഛനെ കണ്ട അണ്ണനും ഭയപ്പെടുമായിരുന്നത്രേ.
അത്രയും വലിയ മഹിമയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് വാട്ടർ ക്യാൻ സപ്ലൈ ചെയ്യാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ വല്ലാത്ത നാണക്കേട്. ശരി, എന്ത് ചെയ്യാനാ പ്ലാൻ? വിശ്വപാവം, അവൻ അച്ഛനില്ലല്ലോ. അവന് ഞാനങ്ങ് ഗോഡ് ഫാദർ അയക്കാമെന്ന് വെച്ചു. ചേച്ചി ചേച്ചി നമസ്കാരം ചേച്ചി. നമസ്കാരം നമസ്കാരം. എന്താ ചേച്ചി, പുതിയ ജീപ്പാണല്ലോ, റൗണ്ട്സിന് വന്നതാ? ചേച്ചി, വിശ്വ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഫേസ്ബുക്കിലാണ് ഫ്രണ്ട് ആയത്. പിന്നെ ചേച്ചി, ഈ യൂണിഫോമിൽ ചേച്ചിയെ കാണുമ്പോൾ വൈജയന്തി IPSൽ വരുന്ന ഡിസ്കോ ശാന്തിയെ പോലെയുണ്ട്. അല്ല, വിജയ് ശാന്തിയെ പോലെയുണ്ട്. ഇതൊന്നും അറിയാതെ ഞാൻ വെറുതെ ചേച്ചി ലവ് ഗിവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തടിയൂരിയത് കണ്ടില്ലേ? ഗോഡ് ഫാദർ. ഇതിലെന്നല്ല എങ്ങോട്ടെല്ലാം പോന്നായിരുന്നു. എവിടെ പോവാനാടാ? ഇതൊറ്റയടി പാതയാ. ഒരിക്കൽ ഇറങ്ങിയാൽ തിരിച്ചു വരാൻ സാധ്യമല്ല. मैंने इनको पहचानता नहीं, पहले कभी देखा नहीं. आपको किसी से डरने की जरूरत नहीं है. ഞങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ ക്ഷേത്രത്തിലാണ് ഉള്ളത്. എല്ലാവർക്കും വീടുണ്ടാക്കി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഈശ്വരൻ രക്ഷിച്ചോളും. ഇതെന്താ നമ്മുടെ വീട്ടിന്റെ വാതിലിൽ പോലീസ്? इनकी वजह से हमारी जिंदगी बची. ഇവിടെ നടന്ന പ്രശ്നത്തെ हमारा ചോദ്യം ചെയ്യാൻ വന്നതാ. वो अकेलापन छोड़कर एक अच्छी लड़की से शादी होके अपने बाल बच्चों के साथ 100 साल जीना है. കുറ്റവാളി ആരായാലും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? അവനൊരു കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല സർ. ഞാൻ പറയുന്നത് വരെ അവൻ മുംബൈയിൽ വരാൻ പാടില്ലെന്ന് പറഞ്ഞേക്ക്. आप इधर? वो विश्व भाई कहाँ है? क्या के लिए? എടാ, കായും കത്തിരിക്കാന്നൊക്കെ എന്തിനാ പെണ്ണിനോട് പറഞ്ഞോണ്ടിരിക്കുന്നത്? സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതല്ലേ? അവർക്ക് വിശ്വഭായെ കാണണമെന്ന്. എന്തിനാ? നമ്മൾ ഇത്രയും ഭായിമാരൊക്കെ ഇവിടെ ഉള്ളപ്പോ നമ്മളോട് പറയാൻ പറ്റില്ലെന്നുണ്ടോ? ബോൽ ബോൽ, എന്താണെങ്കിലും എന്നോട് ബോൽ. ഞാൻ വിശ്വയുടെയൊക്കെ ബോലാ. वो मेरा कुछ खो गया है तो विश्व भाई से. അവളെന്തോ കളഞ്ഞുവെന്ന്, അത് വിശ്വഭായി തേടി കൊടുക്കണമെന്ന്. അതെ അതെ, ഇവളുടെ വല്ല മാലയോ വളയോ വീട്ടുപകരണങ്ങളോ കാണാതെ പോയി കാണും. ഇതൊക്കെ കണ്ടുപിടിച്ചു കൊടുക്കാൻ വിശ്വഭായി തന്നെ വരണമെന്നാണ് പറയുന്നത്. ഏയ് ചോളാപുരി, ചലോ ചലോ. वो किसी ने चुरा लिया है. കാണാതെ പോയതല്ല, ആരാണ്ട് കട്ടെടുത്തോണ്ട് പോയി. ആരാണെന്നല്ലേ ചോദിച്ചത്? എല്ലാവരും ഇതറാവോ? ആരാടാ ഈ പെണ്ണിന്റെ എല്ലാം കട്ടെടുത്തത്? അയ്യോ, ഇവനാണോ? ഇവനാണോ അതോ ഇവനോ? നീ ആരാടാ? ബ്രൂസിലിയുടെ അമ്മാവനോ വല്ലോ ആണോ? പോവാൻ നോക്കടാ. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? എടാ, എന്നെ പറ്റി നിങ്ങൾക്ക് ആർക്കും അറിയില്ല. വിശ്വ തീയാണെങ്കിൽ ഞാൻ കാട്ടു തീയ, വിശ്വ ആറാണെങ്കിൽ ഞാൻ കാട്ടാറ്, വിശ്വ മരമാണെങ്കിൽ ഞാൻ ആൽമരമാടാ. കള്ളൻ കള്ളൻ പറയുന്നു, എന്ത് കട്ടാട്ടാ? ഞാനിപ്പോ പറഞ്ഞു തരാം. ഇവിടെ കിളവാ ബോൾ. പറ കൊച്ചേ, ആരാന്ന് പറ. मेरा दिल कहीं खो गया है. കോവക്കയാന്നോ? मेरा दिल. ദിൽ പറയടാ, സത്യം പറഞ്ഞ ദിൽ ആരാടാ എടുത്തത്? പറയടാ പറയടാ, ആരാടാ എടുത്തത്? ഇത് കേക്ക്, ദില്ലെന്ന് പറഞ്ഞ മനസ്സാ. അവളുടെ മനസ്സാരോ കട്ടെടുത്തെന്ന്. മനസ്സോ? കൊള്ളാലോ. ആരാ മനസ്സ് കട്ടെടുത്തത്? ആ, വേഗം പറ. अरे बोलो ना, सुन कुछ बोलो. विश्व भाई. നിങ്ങളുടെ വിശ്വനാണ് മോഷ്ടിച്ചതെന്ന് അങ്ങേരുടെ അടുത്ത് ചെന്ന് പറയാൻ ദില്ലുണ്ടോ? ദില്ലില്ല, ഒരു ഫുള്ളുണ്ട്. അടിച്ചിട്ട് പോയി ചോദിക്കാം നമുക്ക്. അടിച്ചെല്ലാത്തിനെയും പൊക്കോണം അവിടുന്ന്. എന്ത് പറഞ്ഞാലും ചേട്ടൻ ചേട്ടൻ